അപ്പോൾ പറഞ്ഞു വരുന്നത് രാഹുൽ ഗാന്ധി ഇടതുപക്ഷമുള്ളിടത്ത് മത്സരിക്കുന്നതിനെ പറ്റിയാണല്ലോ. രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് മത്സരിച്ച അമേത്തിയിലൊന്നും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വേണ്ടത്ര ശക്തിയില്ലാത്ത പ്രദേശങ്ങളായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ കരുത്ത് എന്താണെന്ന് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ വന്നാൽ അത് ബോധ്യമാകും. എന്നുവെച്ചാൽ രാഹുൽ ഗാന്ധി തോൽക്കും എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കേരളത്തിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി ഇടതുപക്ഷ മുന്നണിയുടെ വിജയസാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിൽ ഇത്തവണ 20 സീറ്റും ലഭിക്കുന്ന സാഹചര്യമാണ് ഇതോടുകൂടി വരാൻ പോകുന്നത്. വേറെ ഒരു 20 ഐക്യജനാധിപത്യ മുന്നണി ആദ്യമേ ഉറപ്പിച്ചിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി 20-ൽ 20 സീറ്റും മുന്നേറും എന്നുള്ളതൊന്നും സംശയമില്ല. ഇതൊക്കെ ഇങ്ങനെ വന്നു ഭവിച്ചത് വേറെ ഒരു കൂട്ടരുടെ അന്ത്യശാസന കൊണ്ടാണ് എന്ന കാര്യം ആരും മറക്കരുത്. ഞങ്ങൾ ഇന്നലെ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വളരെ സിൻസിയറായിട്ടാണ് ഇനി തീരുമാനം വൈകരുത് എന്ന് പറഞ്ഞത്. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഈ തീരുമാനമാണ്. അതായത് ഇന്നലെ തങ്ങൾ പറഞ്ഞു, ഇന്ന് തന്നെ തീരുമാനം ഉണ്ടായി. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് സന്തോഷമുണ്ട്. പക്ഷേ തങ്ങൾ നേരത്തെ കാലത്തെ സിദ്ദീഖിന് കൊടുത്തുപോയ അനുഗ്രഹം പാഴായിപ്പോയല്ലോ എന്നൊരു സങ്കടമുണ്ട്. അതോടുകൂടി സിദ്ദീഖിന് കയ്യിലിരുന്ന സീറ്റ് തന്നെ പോയി. അതങ്ങനെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് അതിൽ കുറഞ്ഞ ഒന്നിനും ജനങ്ങൾ വാസ്തവത്തിൽ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൂടി കണക്കിലെടുത്താണ് ഇനി വൈകണ്ട എന്ന് ഇന്നലെ തങ്ങൾ പറഞ്ഞത്. ഈ ഭാഗ്യക്കുറിയിലൊക്കെ 1ാം സമ്മാനത്തിൻ്റെ തൊട്ടടുത്ത നമ്പറിന് ഒരു പ്രോത്സാഹന സമ്മാനം കിട്ടുമല്ലോ. അങ്ങനെ ഷോട്ടതി അടിച്ച ഒരാളുമുണ്ട് കൂട്ടത്തിൽ. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാടാണെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് ചേർന്ന പ്രദേശം വടകരയാണ്. അതായത് വയനാട് ചുരം മാനന്തവാടി വഴിക്കുള്ള പക്രന്തളം വഴിയുള്ള ചുരം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും തൊട്ട അയൽവക്കത്ത് രാഹുൽ ഗാന്ധി വരുമ്പോൾ അതിൻ്റെ ആവേശം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന വടകരയിലാണ്. അധികം വിജയിച്ച് ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി കഴിഞ്ഞാൽ വയനാടിനുണ്ടാകുന്ന വികസനങ്ങളിൽ ചുരമിറങ്ങി വരുമ്പോൾ ഒരു വികസനം തീർച്ചയായിട്ടും വടകരയിലുണ്ടാകും. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം മറ്റ് നിയോജകമണ്ഡലങ്ങളെക്കാൾ ആവേശം വടകരയിലാണ് ഉണ്ടാക്കുന്നത്. പ്രധാനമന്ത്രി ആയിട്ട് വയനാട്ടിൽ വികസനം വന്നിട്ട് ബാക്കി വരുന്ന വികസനം ചുരമിറങ്ങി വരും എന്നല്ലേ? അതവിടെ നിൽക്കട്ടെ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് വരാൻ പോകുന്നു. അതൊന്ന് ആകെ 44 സീറ്റേ ഇപ്പോൾ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക്? കോൺഗ്രസും BJPയും നേരിട്ട് മത്സരിക്കുന്നതിന് 9 സംസ്ഥാനത്താണ്. 9 സംസ്ഥാനത്ത് 6 സംസ്ഥാനത്തെ ഭരണമുള്ളൂ. എന്നിട്ടാ ബദൽ? എന്ത് ബദൽ? ആരോടായി ബദൽ പറയുന്നത്? ഏത് കുട്ടിക്കും അറിയില്ലേ ഈ ഇന്ത്യൻ പാർലമെൻറ്റിലെ ലോകസഭയിലെ ഇന്നത്തെ കിടപ്പ് എങ്ങനെയാണെന്നുള്ളത്? 44 സീറ്റിൻ്റെ മുകളിൽ നേരെ ഇരട്ടി കിട്ടിയെന്ന് വിചാരിക്കുക. എന്നാൽ 88 കിട്ടൂ. ഭരിക്കാൻ പറ്റുമോ? ഇനി അതിൻ്റെ ഇരട്ടി കിട്ടുന്നു എന്ന് വിചാരിക്കുക. എന്നാ ഭരിക്കാൻ പറ്റുമോ? ആരുടെ പിന്തുണയിലാണ് ഭരിക്കാൻ കിട്ടുമെന്ന് പറയുന്നത്? അപ്പോൾ NDA ഭരണം തുടരുമെന്നാണോ ബാലൻ സഖാവ് കണക്കൊപ്പിച്ച് കൊണ്ടുവരുന്നത്? അല്ലല്ല, മതേതര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. പറഞ്ഞ മനസ്സിലായില്ലേ? അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലല്ല. ഇവിടെ VP സിംഗിൻ്റെ ഭരണം വന്നിട്ടുണ്ട്, ഗൗഡേൻ്റെ ഭരണം വന്നിട്ടുണ്ട്, പിന്നെ ചന്ദ്രശേഖരൻ്റെ ഭരണം വന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങളാരും ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല ഇയാളാണ് പ്രധാനമന്ത്രിയാകുക എന്ന്. അങ്ങനെ രാജ്യത്തെ ജനത തീരുമാനിച്ചിട്ടില്ല. ഒരിക്കലും അതല്ല. ഞാൻ പറഞ്ഞല്ലോ, ദേശീയ മതേതര ജനാധിപത്യ ഐക്യത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കേരളത്തിലും സീറ്റ് വിഭജനമല്ല, സ്ഥാനാർത്ഥി നിർണ്ണയത്തിലുള്ള ചർച്ചയല്ല, മറ്റ് കാര്യങ്ങൾ ആശയപരമായിട്ട് നമുക്കൊരു വേദി പങ്കുവയ്ക്കാമെന്ന് 2 മാസം മുമ്പേ ഞാൻ പറഞ്ഞപ്പോൾ CPMന്റെ പ്രതികരണം എന്തായിരുന്നു? നിങ്ങൾ ആലോചിക്കണം. അതിനവർ അംഗീകരിച്ചില്ല. അത്തരമൊരു ശ്രമത്തെ തുരങ്കം വെച്ചത് CPMന്റെ കേരള ഘടകമാണ്. അങ്ങനെ ആവുമ്പോൾ CPMന് എന്തു സംഭവിക്കുമെന്നാണ് മുല്ലപ്പള്ളി പ്രവചിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേരളത്തിൽ CPMന് ഒറ്റ സീറ്റും ലഭിക്കുകയില്ല. CPM ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ചെറിയ ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാത്രം ചുരുങ്ങാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അവർ കോൺഗ്രസ് ഇപ്പോൾ മുഖ്യ വിപത്തായിട്ട് കാണുന്നത് BJP അല്ല, ഇടതുപക്ഷമാണെന്നുള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ വന്നിട്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട് മത്സരിക്കുന്നത്. ഉത്തർപ്രദേശ് ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. ആ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ആകെ കിട്ടിക്കൊണ്ടുവന്ന 2 സീറ്റാണ്. ആ 2 സീറ്റ് പോലും കിട്ടില്ല എന്നുള്ള സന്ദേശമല്ലേ കോൺഗ്രസ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന
സംസ്ഥാനത്ത് മത്സരിക്കാനുള്ള സാധിക്കാതെ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ വന്ന് മത്സരിക്കേണ്ടത് അവസ്ഥ കോൺഗ്രസ് പ്രസിഡന്റിനുണ്ടായില്ലേ? അവിടെ സ്വൈര്യമായ രാഷ്ട്രീയ പ്രവർത്തനം പോലും നടത്താൻ കഴിയാത്തത് കൊണ്ടാണോ ഉത്തർപ്രദേശ് വിട്ടോടി ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിലേക്ക് വന്ന് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തത്? എന്ത് സന്ദേശമാണിത് കൊടുക്കുന്നത്? ആ സന്ദേശം വളരെ വ്യക്തമാണ്. ആ സന്ദേശം വളരെ ലൗഡാണ്. ആ സന്ദേശം വളരെ ക്ലിയർ ആണ് എന്ന കാര്യം ഞാൻ അദ്ദേഹത്തെ അറിയിക്കുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനമായി ചുരുങ്ങാൻ പോവുകയാണ്. പശ്ചിമ ബംഗാളിൽ ഇന്ന് അവർക്ക് 2 സീറ്റാണുള്ളത്. ആ 2 സീറ്റിലും ഒരു സീറ്റിൽ 1700 വോട്ടുകൾക്കാണ് വിജയിച്ചത്. മുഹമ്മദ് സലീം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ സഹധർമ്മിണിയാണ് അദ്ദേഹം നേരിയ വോട്ടിന് പരാജയപ്പെടുത്തിയത്. മറ്റൊരു സ്ഥാനാർത്ഥി ശ്രീമാൻ ഖാൻ അദ്ദേഹം കട്ടിച്ച് ലോക്സഭയിലേക്ക് അങ്ങനെ കടന്നു കയറുകയായിരുന്നു എന്നതാണ് പരമാർത്ഥമെങ്കിൽ ആ 2 സീറ്റും CPM-ന് ഇത്തവണ നഷ്ടപ്പെടും. ബീഹാറിൽ വന്നു കഴിഞ്ഞാൽ ലാലു പ്രസാദ് യാദവിനെയും കോൺഗ്രസിനെയും കണ്ടുകൊണ്ട് മഹാഗഡ്ബന്ധനിൽ ഞങ്ങളെ പങ്കാളിയാക്കണമേ, ഞങ്ങൾക്കൊരു സീറ്റ് നൽകണമേ എന്ന് പറയണ്ടായി. ലാലുവിന്റെ പാർട്ടി കോൺഗ്രസ് പറഞ്ഞു, നിങ്ങൾക്ക് സംഖ്യാശക്തിയില്ല, നിങ്ങൾക്ക് ബലമില്ല, നിങ്ങൾക്ക് സീറ്റ് തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് CPI MLA-ന്റെ ഒരു സ്ഥാനാർത്ഥിക്കാണ് ഞങ്ങൾ അവിടെ സീറ്റ് കൊടുത്തത്. അത് കഴിഞ്ഞ് നേരെ CPM വണ്ടി കയറിയത് മഹാരാഷ്ട്രയിലേക്കാണ്. മഹാരാഷ്ട്രയിലെ ശ്രീ ശരത് പവാറിന്റെ NCP-യെ കണ്ടുകൊണ്ട് സീറ്റ് തരാൻ അഭ്യർത്ഥിച്ചു. കോൺഗ്രസിനെ കണ്ടുകൊണ്ട് സീറ്റ് തരാൻ അഭ്യർത്ഥിച്ചു. അവരെല്ലാം തന്നെ രാഷ്ട്രീയമായി ശക്തിയില്ലാത്തൊരു പാർട്ടിക്ക് ഒരു സീറ്റ് ലോക്സഭയിലേക്ക് കൊടുക്കാൻ പ്രയാസമാണെന്ന് അറിയിക്കണ്ടായി. കർണാടകത്തിൽ വന്നു പരീക്ഷിച്ചു, കിട്ടിയില്ല. അവസാനം തമിഴ്നാട്ടിൽ പോയി കോൺഗ്രസ് ആശീർവാദത്തോടു കൂടി അവിടെ DMK-യുടെ സഹായത്തോട് 2 ലോക്സഭാ സീറ്റുകൾ തരപ്പെടുത്താൻ സാധിച്ച ഒരു പാർട്ടിയാണ് ഈ പാർട്ടി. ചുരുക്കി പറഞ്ഞാൽ അതീവ ദുർബലമായ 2 ദേശീയ കക്ഷികളുടെ പ്രസ്റ്റീജ് മത്സരമാണ് കേരളത്തിൽ കാണാൻ പോകുന്നത്.